ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇന്നും സംസാരിക്കുന്നത്. നിരവധി തവണ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും പ്രാർത്ഥന വഴി നാം പ്രാപിക്കേണ്ട ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണകൾ ഉണ്ടായിരിക്കേണ്ടത് വിശ്വാസ ജീവിതത്തിൽ വളരെ പരമപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത്. പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് നാം കാണുന്ന ചില പ്രവണതകൾ, ടിപ്പുകളും ട്രിക്കുകളുമൊക്കെ പ്രയോഗിച്ചുള്ള പ്രാർത്ഥനാ രീതികൾ നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഒരു ട്രാപ്പിലാണ്. ഇതങ്ങനെയാണല്ലോ, എല്ലാത്തിനും സൂചനകളും സൂത്രങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചുര പ്രചാരം നേടുന്നു. അങ്ങനെ പ്രാർത്ഥനയെ ഒരു ട്രിക്കാക്കി ചില ടിപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുമെന്ന നിലയ്ക്ക് പ്രേരണകൾ ഉണ്ടാകുമ്പോൾ നാം അറിയാതെ അത്തരം ട്രാപ്പുകളിൽ ചെന്ന് പതിക്കാൻ ഇടയുണ്ട്. വളരെയധികം പേർ ഇത്തരം പ്രഘോഷണങ്ങൾ കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനർത്ഥം അതിലൂടെ അവർ അടിമപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സന്ദേശകൻ അത് പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് ഫലിക്കുന്നു എന്നതിന് തെളിവ് അനവധി ആളുകൾ ഇത് കാണാനിടയാകുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും വീണ്ടും ഇത് കാണുന്നു എന്നുള്ളത് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. സാധാരണഗതിയിൽ ആനുകാലിക ലോകത്ത് നാം കാണുന്നൊരു പ്രവണതയാണ് ഒരു ട്രെൻഡായി മാറുക എന്നുള്ളത്. അങ്ങനെ ഒരു തരംഗരൂപമായി മാറുന്നു ഇത്തരം രീതികളെന്നത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നത്, ആത്മീയ ജീവിതത്തിൽ നമ്മെ അത് വളർത്തുകയാണോ അതോ തളർത്തുകയാണോ ചെയ്യുന്നതെന്ന് തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ നാം പോലും അറിയാതെ നാം വഴിതെറ്റിക്കപ്പെടും. നന്മയെന്ന് കരുതിയിട്ടാണ് പ്രാർത്ഥനയുടെ ഏത് രീതികളെയും നമ്മൾ സ്വീകരിക്കുന്നത്. അതിനാരും തെറ്റു പറയാൻ കഴിയില്ല. മാത്രമല്ല, ജീവിതാവശ്യങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് പ്രേരകമായിട്ട് വരുന്നത്. ആ പ്രേരകമായിട്ട് വരുന്നവ താൽക്കാലിക ലക്ഷ്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാകുമ്പോൾ, അല്ലെങ്കിൽ താൽക്കാലിക ലക്ഷ്യങ്ങളിൽ മാത്രം ഉടക്കിപ്പോകുമ്പോൾ നിത്യരക്ഷയെ സംബന്ധിച്ച അല്ലെങ്കിൽ പരമമായ ലക്ഷ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ബോധ്യങ്ങളിൽ അത് എത്തരത്തിലാണ് വിള്ളലുണ്ടാക്കുന്നതെന്ന് നാം പോലും തിരിച്ചറിയാതെ പോകും. കേവലാവശ്യങ്ങൾ നമുക്ക് നിരവധിയായിട്ടുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഭൗതിക ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഈ ഭൗതിക ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നമ്മെ അടിമപ്പെടുത്തുകയും അവ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കുറുക്കു വഴികളായി പ്രാർത്ഥനകൾ മാറിത്തീരുകയും ചെയ്യുമ്പോൾ നാം ചെന്നു പതിക്കുന്നത് വിശ്വാസ വിരുദ്ധമായ വഴിയിലേക്കാണെന്ന്, അല്ലെങ്കിൽ കേവലാശ്രയത്വം അവനവനിൽ തന്നെ ഉറപ്പിക്കുന്ന താൽക്കാലികമായ ചില കുറുങ്കൗശലങ്ങളിലേക്കാണെന്നത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് നാം അകന്നു പോകുന്നത് നാം പോലും ഒരുപക്ഷെ അറിഞ്ഞിരിക്കണമെന്നില്ല. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ സമ്പൂർണതയെ നമുക്ക് പ്രാപിക്കാനാകണമെങ്കിൽ നിർവ്യാജമായും സ്വതന്ത്രമായും ക്രിസ്തുവിൽ നമുക്ക് വ്യാപരിക്കാൻ പറ്റണം. യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ വഴിയും ലക്ഷ്യവുമായി കാണാൻ, അവനിൽ തന്നെയാണ് സമ്പൂർണ്ണത തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോഴാണ് വിശ്വാസം ഫലവത്തായ ഒന്നായിട്ട് മാറുക. രക്ഷയെ സംബന്ധിച്ച സുവിശേഷത്തെ ഹൃദയം കൊണ്ട് വരിക്കുകയും ആ രക്ഷയെ പ്രതി ജീവിതത്തെ അർപ്പിക്കുകയും ചെയ്യാൻ കഴിയുക എന്ന ഏറ്റവും പരമപ്രധാനമായ വിശ്വാസത്തിൻ്റെ പ്രവർത്തന വഴി നമ്മിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ടോ, നാം അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന് നാം തിരിച്ചറിയണം. നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട്, കുറുക്കു വഴി പോയാൽ അധികം ദൂരം യാത്ര ചെയ്യേണ്ടതില്ല, ട്രാഫിക് ബ്ലോക്ക് വേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറുക്കു വഴിയെ തിരിയും. ഈ കുറുക്കു വഴിയെ തിരിയുമ്പോൾ സംഭവിക്കാനിടയുള്ള ഒരു വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ വഴിയിലേക്ക് എത്താൻ ഒരുപക്ഷെ അത് ദീർഘദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ വഴി തന്നെയും മാറിപ്പോയെന്നിരിക്കും. അത്തരത്തിൽ പ്രാർത്ഥനയാകുന്ന വഴി, അല്ലെങ്കിൽ പ്രാർത്ഥനയാകുന്ന ദൈവാഭിമുഖ്യത്തിൻ്റെ ദൈവിക ബന്ധത്തിൻ്റെ മാർഗം എവിടെയെങ്കിലുമൊക്കെ വഴിതെറ്റിപ്പോയാൽ നാം തിരിച്ചറിയില്ല നാം ഈ വഴിയിലല്ലെന്നുള്ളത്. ഒരു അപകടം അതാണ്. നമുക്ക് വഴി തെറ്റിപ്പോയി എന്ന് ബോധ്യം വന്നാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. വഴി തെറ്റിപ്പോയത് നാം അറിയാതെ പോയാൽ, അതാണ് ശരിയായ വഴിയെന്ന് ധരിച്ചാൽ നാം പോലും അറിയാതെ ആ കുടുക്കിൽ നാം ചെന്നുവിടും. അതുകൊണ്ടാണ് പ്രാർത്ഥനയെക്കുറിച്ചൊരു വിചാരം വീണ്ടും ആവശ്യമായിട്ട് വരുന്നത്. പ്രാർത്ഥന ഒരു അതിസ്വാഭാവിക പ്രവൃത്തിയാണല്ലോ, സ്വാഭാവിക പ്രവൃത്തിയല്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ വിശുദ്ധാത്മാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പലതരം നിർവചനങ്ങൾ പ്രാർത്ഥനയുടെ മേൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ലളിതമായ ആധ്യാത്മികതയുടെ പ്രഘോഷകയായിരുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും ലളിതമായ രീതികൾ പറഞ്ഞയാളാണ് കൊച്ചുത്രേസ്യ. അതീന്ദ്രിയ ധ്യാനങ്ങളുടെ വഴിയൊന്നും അല്ല കൊച്ചുത്രേസ്യ നമ്മൾ നയിക്കുക. ഏറ്റവും ലളിതമായ, ഏറ്റവും മനോഹരമായ വ്യാഖ്യാനങ്ങളാണ് പ്രാർത്ഥനയെക്കുറിച്ച് കൊച്ചുത്രേസ്യ നൽകുക.
എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ അലയടിയാണ് പ്രാർത്ഥന, സ്വർഗത്തിലേക്കുള്ള ഏറ്റവും ലളിതമായ ഒരു എത്തിനോട്ടം എന്നാണ് കൊച്ചുരേസ്യ പറയുക. പരീക്ഷണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു നിലവിളിയാണത് എന്ന് കൊച്ചുരേസ്യ തുടർന്ന് പറയുന്നുണ്ട്. മതബോധനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ഒരു ദാനമാണ്, ഒരു ഉടമ്പടിയാണ്, ഒരു കൂട്ടായ്മയാണെന്ന നിലയ്ക്കാണ്. ഒരു ദൈവിക ദാനമാണ് പ്രാർത്ഥന. ഒരു മാനുഷിക പ്രവൃത്തി എന്നതിനേക്കാൾ ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മിലുണ്ടാകുന്നതാണ്. റോമർ ലേഖനം 8:26 നമ്മളത് വായിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഒരു ഉയർച്ചയാണ് പ്രാർത്ഥന. നമ്മുടെ സഹകരണത്തോടെ ദൈവാത്മാവ് ദൈവിക പരിപൂർണതയിലേക്ക് പ്രവേശിക്കാനായി നടത്തുന്ന ഒരു ഉദ്ഗമനമാണത്. അത് ദൈവിക പ്രവൃത്തിയാണ്, ദൈവിക ദാനമാണ്. ദൈവത്തിൻ്റെ പ്രേരണയില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. ദൈവം സ്വാഭാവികമായി നമ്മുടെ അകത്ത് നിക്ഷേപിച്ചുള്ള തൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ നിറവേറുന്നതിൻ്റെ ഒരു മാർഗമാണ് പ്രാർത്ഥന. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2559 പ്രാർത്ഥന ഒരു ദാനമാണെന്ന് പറയുന്നതിനോടൊപ്പം ആ ദാനം സ്വീകരിക്കാൻ വേണ്ട നമുക്കുണ്ടാകേണ്ട മനോഭാവം എളിമയുടേതാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം നമ്മോട് ചോദിക്കുകയാണ്, നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ലെന്ന മട്ടിൽ നീ അഹങ്കരിക്കുന്നത് എന്തിന്? ഒരു മാനുഷിക പ്രവൃത്തിയാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ ശ്രമമാണ് പ്രാർത്ഥനയെന്ന ധാരണ നമുക്ക് പാടില്ല. കാരണം അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രചോദനം നൽകുകയും നമ്മെ നയിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്തെങ്കിലും ഒരു മിടുക്ക് കാട്ടാനുള്ള വഴിയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും ആത്മീയ വഴിയിൽ മുന്നേറുമ്പോൾ ഉണ്ടാകാവുന്ന വലിയൊരു അബദ്ധം, ഇതൊക്കെ നമ്മുടെ കഴിവാണെന്നോ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുവല്ലോ, നമ്മൾ ഇത്രയുമൊക്കെ ശ്രമിക്കുന്നുവല്ലോ, നമ്മൾ ഇത്രയുമൊക്കെ പരിശ്രമിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ, അത് കുറച്ച് മെച്ചപ്പെട്ട ആളായതുകൊണ്ടാണ് ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകാനിടയുണ്ട്. ദൈവിക പ്രവൃത്തിയാണ്, സ്വാഭാവികമായി സാധ്യമായൊരു കാര്യമല്ല. നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മെ മുന്നോട്ട് നയിക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു, വേറൊരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു കുറവായിട്ട്, അയോഗ്യതയായിട്ട് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയാണ്, നിങ്ങളൊക്കെ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കും, ഞാൻ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കുന്നയാളാണ് എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മളൊക്കെ കുറേ പ്രാർത്ഥിക്കുന്നവരാണെന്നല്ല തോന്നേണ്ടത്. പ്രാർത്ഥിക്കുക എന്നത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഓരോ ആത്മാവിനോടും ചേർന്ന് ദൈവാത്മാവ് ഏത് തരത്തിലാണ് നിറവേറ്റുന്നതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എളിമയോടെ, താഴ്മയോടെ ദൈവസന്നിധി നിൽക്കുക എന്ന് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥന ദൈവത്തിൽ നന്മകൾ ലഭിക്കാൻ വേണ്ടിയുള്ളൊരു വഴിയാണ്. അങ്ങനെ തന്നെയാണ് കാറ്റക്കിസം പഠിപ്പിക്കുക. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് 2 തരം നന്മകളുണ്ട്. താൽക്കാലിക നന്മകളുണ്ട്, ആത്യന്തിക നന്മയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പലപ്പോഴും താൽക്കാലിക നന്മകളെ പ്രതിയാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകാവുന്ന, ഈ ലോകത്ത് ഉപകരിക്കാവുന്നവയൊക്കെയാണ് സ്വാഭാവിക നന്മകളായിട്ട് നമ്മൾ കരുതുക. വിജയം വരിക്കുക, നേട്ടങ്ങൾ ഉണ്ടാകുക, സുഖകരമായിരിക്കുക, സന്തോഷം ഉണ്ടാകുക, അതെല്ലാം താൽക്കാലിക നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ താൽക്കാലിക നേട്ടങ്ങൾ നിരാകരിച്ചുകൊണ്ടല്ല, പക്ഷേ ഈ താൽക്കാലിക ആവശ്യങ്ങളും താൽക്കാലിക ലക്ഷ്യങ്ങളും ആത്യന്തിക ലക്ഷ്യത്തിന് അനുകൂലമായിട്ട് മാറണം. അതല്ലെങ്കിൽ ആത്യന്തിക ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ യാചന അല്ലെങ്കിൽ ഈ പറഞ്ഞ അർത്ഥന വാസ്തവത്തിൽ നിരർത്ഥകമായി മാറിത്തീരും എന്ന കാര്യം നമ്മൾ അറിയണം. സാധാരണഗതിയിൽ പ്രാർത്ഥനയിലേക്ക് നമ്മെ നയിക്കുന്നത് നമ്മുടെ ജീവിതാവശ്യങ്ങളും ജീവിതം നേരിടുന്ന പരിമിതികളും തന്നെയാണ്. അവയെ നിഷേധിക്കാൻ സാധ്യമല്ല. ഒരു തരത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഉതകും വിധം ഈ ലോകത്തിൻ്റെ സാധ്യതകളെ എങ്ങനെ വിനിയോഗിക്കാം എന്ന തിരിച്ചറിയലാണ് പ്രാർത്ഥനയിലൂടെ സംഭവിക്കേണ്ടത്. പക്ഷേ സ്വാഭാവിക പ്രകൃതിയിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് ആഭിമുഖ്യമുള്ളവരായി മാറുന്നത് നമ്മുടെ ജീവിതം നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമുക്കൊരു സഹായം ആവശ്യമായി വരുന്നു എന്ന നിലയ്ക്കാണ്. അത് മോശപ്പെട്ട കാര്യമല്ല. യോഹന്നാൻ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു സമരിയാക്കാരി വെള്ളത്തിനായിട്ട് കിണറ്റുംകരയിലേക്ക് പോവുകയാണ്, യാക്കോബിൻ്റെ കിണറ്റുംകരയിലേക്ക്. അവിടെ യേശു മുൻപേ സന്നിഹിതനായിട്ടുണ്ട്. യേശു യാത്രാമധ്യേ ഈ കിണറിൻ്റെ കരയിലിരിക്കുന്നു, ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങിക്കാൻ പോയിരിക്കുന്നു. അങ്ങനെ പോയ സാഹചര്യത്തിൽ ഈ സ്ത്രീ വരുന്നത് 6-ാം മണിക്കൂറിലാണ്, അതായത് ഏകദേശം 12 മണിക്ക്. അങ്ങനെ മധ്യാഹ്നത്തിൽ ഒരു സ്ത്രീ വെള്ളം കോരാൻ വരിക എന്നുള്ളത് സ്വാഭാവികമായും വിചിത്രമായൊരു കാര്യമാണ് അവിടുത്തെ സാമൂഹ്യ പരിതസ്ഥിതി. അങ്ങനെ ഒരു സ്ത്രീ വെള്ളം കോരാനായിട്ട് വരുന്നു. അങ്ങനെ വെള്ളം കോരാൻ വന്ന, ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ വന്ന ഒരുവളോട് ദൈവം ചോദിക്കുകയാണ്, യേശു ചോദിക്കുകയാണ്, കുടിക്കാൻ അല്പം വെള്ളം തരിക. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രേരണകൾ നൽകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. നമ്മുടെ ജീവിതാവശ്യങ്ങളുമായി നാം നെട്ടോട്ടം ഓടുന്ന സമയത്ത് എവിടെയോ വെച്ച് ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ആത്മാവിനെ തരിക. ദൈവം ദാഹിക്കുന്നു. ദൈവം ദാഹിക്കുന്നത് നമ്മുടെ ദാഹത്തിന് വേണ്ടിയാണ്, നമുക്ക് ദാഹം ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്തിന്? നമ്മുടെ സ്വാഭാവിക ദാഹത്തെ ഒരു ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റാനുള്ള പ്രേരണയായിട്ടാണ് ദൈവത്തിൻ്റെ ദാഹം.
അങ്ങനെ യേശു വെള്ളം ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഞാൻ എങ്ങനെ നിനക്ക് വെള്ളം തരും, നീ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ലല്ലോ. അവിടെ ഈ വിഭജനം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ യേശു അവളോട് പറയുന്നുണ്ട് 4:7, എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് കുടിക്കാൻ തരികയും ചെയ്തേനെ. സ്വാഭാവിക ദാഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാണ്. ആ ദാഹമാണ് ദൈവം പ്രകടിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളൊക്കെ ഈ ദൈവത്തിൻ്റെ ദാഹമായിട്ട് നമുക്ക് കാണാൻ പറ്റണം. എന്തിനു വേണ്ടി? നമ്മുടെ ആത്മാവിനെ പ്രതിയുള്ള ദാഹമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ദാഹമായിട്ടാണ് ദൈവം ചോദിക്കുന്നത്, എനിക്ക് കുടിക്കാൻ തരിക. അവൾ പറയുന്നു, നീ എൻ്റെ വിഭാഗത്തിൽപ്പെട്ടവനല്ല, നിനക്ക് അങ്ങനെ വെള്ളം തരും. യേശു അവളോട് പറയുന്നത്, നീ എന്നോട് ചോദിക്കുകയും ജീവജലത്തിൻ്റെ അരുവികൾ ഞാൻ നിനക്ക് തരികയും ചെയ്തേനെ, നിന്നോട് ചോദിച്ചിരുന്നെങ്കിൽ. അതിന് നീ അറിയണം, നിന്നോട് ചോദിക്കുന്നത് ആരാണെന്ന് അറിയണം. അങ്ങനെ ചോദിക്കുന്ന ഞാൻ ദൈവത്തിൻ്റെ ദാനം നൽകുന്നവനാണ്, അതെന്താണെന്ന് നീ അറിയണം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് കുടിക്കാൻ തരിക. അപ്പോഴാണ് യേശു അവളോട് പറയുന്നത്, നീ പോയി നിൻ്റെ ഭർത്താവിനെയും കൂട്ടി വരിക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ സ്ത്രീ ജീവിതാവശ്യം നിറവേറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തിയിൽ നിന്ന് ദൈവാത്മാവിന് വേണ്ടിയുള്ള ദാഹത്തിലേക്ക് കരയറ്റപ്പെടുന്നു. പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. സ്വാഭാവികമായി നമുക്ക് ആവശ്യം നിറവേറേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നമ്മുടെ ഈ പ്രാർത്ഥനയായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ ദൈവാത്മാവിന് വേണ്ടിയുള്ള ദാഹമായിട്ട് മാറുമ്പോഴാണ്. അവൾ കുടം ഉപേക്ഷിച്ച് തിരികെ പോകുന്നു. ആവശ്യമായിട്ട് വന്നാണ്, അത് ഉപേക്ഷിച്ച് അവൾ തിരികെ പോകുന്നു. എന്നിട്ട് പട്ടണത്തിൽ ചെന്ന് പറയുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു, ഒരുവനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവനായിരിക്കുമോ മിശിഹ. അങ്ങനെ മിശിഹ എന്ന സത്യത്തെ തിരിച്ചറിയാനും ഒരു ദൈവീക ബന്ധത്തിലെത്തിച്ചേരാനും ഈ സ്ത്രീക്ക് കാരണമാകുന്നത് ജീവിതാവശ്യമാണ്, അർത്ഥനയാണ്. ആ അർത്ഥനയുടെ പരിപൂർണതയിലേക്ക് എത്തലാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നമ്മൾ തിരിച്ചറിയണം. CCC 2561 പറയുന്നുണ്ട്, നീ അവനോട് ചോദിക്കുകയും നിനക്കവൻ കുടിക്കാൻ തരികയും ചെയ്യുമായിരുന്നു, ജീവജലം കൊടുക്കുമായിരുന്നു യേശു എന്ന്. പ്രാർത്ഥനയുടെ ഒരു വിരോധാഭാസമായി കാണാവുന്നൊരു കാര്യമാണെന്ന് കാറ്റക്കിസം അത് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദാഹിക്കുന്നത് ദൈവമാണ്. നമ്മുടെ ജീവിതാവശ്യങ്ങളും പരിമിതികളും ഒക്കെ നമ്മെ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ ആ സമ്മർദ്ദം ഒരു ദൈവീക ആഹ്വാനമായിട്ട് നമുക്ക് കാണാൻ പറ്റണം. എന്തിന്? ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള, താൽക്കാലിക ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ളതല്ല, ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആഹ്വാനമായിട്ട് കാണും. ഈ ആഹ്വാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറുന്നുണ്ട്. താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറുന്നത് താൽക്കാലിക ആവശ്യങ്ങളുടെ നിറവേറ്റലിന് വേണ്ടി മാത്രമല്ല, അത് ഈ ദൈവീകമായ ദാഹം ശമിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ദൈവിക ആഹ്വാനത്തിലേക്ക് നമ്മെ എത്തിക്കാനുള്ളൊരു വഴിയായിട്ട് കൂടി നാം തിരിച്ചറിയണം. താൽക്കാലിക ആവശ്യങ്ങളിൽ മാത്രം കുടുങ്ങിപ്പോകുമ്പോൾ വരും ജെറമിയ 2:13 പറയുന്ന സംഭവം നടക്കും. അതായത് ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. താൽക്കാലിക ആവശ്യങ്ങൾ മാത്രം നിറവേറി പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. ലോകത്തെല്ലാവരും താൽക്കാലിക ആവശ്യങ്ങൾ നേരിടുന്നവരാണ്. താൽക്കാലിക ആവശ്യങ്ങൾ നേരിടാനായിട്ട് ഭൗതികമായ ശ്രമങ്ങളുണ്ട്, ആത്മീയമായ ശ്രമങ്ങളുണ്ട്, മാനസികമായ ശ്രമങ്ങളുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളൊക്കെ താൽക്കാലിക ലക്ഷ്യങ്ങളെ മാത്രം നേടാനുള്ളതായിട്ട് മാറുമ്പോൾ ജീവജലത്തിൻ്റെ അരുവിയായ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് പോകും. ഇതെല്ലാവർക്കും തിരിച്ചറിവില്ല. തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. തിരിച്ചറിഞ്ഞ് നമ്മൾ വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. തിരിച്ചറിഞ്ഞ് നമ്മൾ എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും സാക്ഷ്യമായി തീരാനും ലോകം മുഴുവനെയും ക്രിസ്തുവുമായി അനുരഞ്ജിപ്പിക്കാനും വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് വഴിതെറ്റിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ കഠിനമാണ്. കാരണം നമ്മളാണ് മറ്റുള്ളവരെ വഴിതിരിക്കേണ്ടവർ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള മാർഗം വെളിപ്പെടുത്തി കൊടുക്കേണ്ടവർ നമ്മളാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ പോയി നമ്മൾ ലോകത്തിൻ്റെ ഭാഗത്ത് തന്നെയായി നമ്മുടെ ശ്രമമെങ്കിൽ താൽക്കാലിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ തടസ്സമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള എത്തിച്ചേരലിന് തടസ്സമായിട്ട് മാറും, നമ്മുടെ ദൗത്യത്തിനെതിരായിട്ട് മാറും. നിത്യരക്ഷയെ സംബന്ധിച്ച് സൗജന്യ വാഗ്ദാനത്തിനൊരു പ്രത്യുത്തരമാണത്, ഒരു സ്നേഹത്തിൻ്റെ പ്രത്യുത്തരം. ആ പ്രത്യുത്തരം ഉണ്ടാകണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ 37 മുതൽ 39 വരെ തിരുവചനങ്ങൾ നമുക്കത് കാണാം. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു പറയാം. അപ്പോൾ തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവിടുന്ന് പറയുന്ന ഈ കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നാം താൽക്കാലികമായ ദാഹം ശമിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ അത് ആത്യന്തികമായ ദാഹം ശമിപ്പിക്കാനുള്ളതായി മാറിത്തീരേണ്ടതിനാണ് പ്രാർത്ഥന നമ്മെ ബലപ്പെടുത്തുക, അത്തരത്തിലേക്കാണ് നമ്മെ നയിക്കുക. മറ്റൊന്ന്, പ്രാർത്ഥന ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ, നാമും തമ്മിൽ ക്രിസ്തുവിലുള്ളൊരു ഉടമ്പടിയാണ്.
നമുക്ക് നേരിട്ട് ബന്ധമാകാൻ സാധ്യമാകാത്തൊരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയിൽ നിന്നാണ് നമുക്ക് ദൈവപിതാവുമായുള്ള ഐക്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അപ്പം മനുഷ്യനെ ദൈവവുമായി ഐക്യപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്ത് ഭാഗഭാഗിത്വം വഹിക്കാനുള്ളൊരു പ്രവണതയാണ് പ്രാർത്ഥനയ്ക്കകത്ത് പ്രകടമാകേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു, താൽക്കാലിക ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങളും ജീവിതവുമാണ് നമ്മെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയെന്ന ഭാവേന പ്രാർത്ഥനയുടെ വഴിയിലേക്ക് ക്രിസ്തുവിൻ്റെ ബോധത്തിലേക്ക് നയിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ദൈവീക ബന്ധം സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ ആ ഉടമ്പടിക്കകത്തായിരിക്കാനുള്ള ഒരു പ്രവണതയാണ്. ഉടമ്പടിക്കകത്തായിരിക്കാനുള്ള ഉൾപ്രേരകമായിട്ടാണ് പ്രാർത്ഥന വർത്തിക്കേണ്ടത്. ക്രിസ്തുവായുള്ള കൂട്ടായ്മയിലായിരിക്കും, അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുമായുള്ള കൂട്ടായ്മയിൽ ഐക്യപ്പെട്ടു പോകാനും പ്രാർത്ഥന ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സഭ എന്താണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്, സഭ ഏത് രീതിയാണ് പറയുന്നത്, സഭ എങ്ങനെയാണ് നമ്മെ നയിക്കുന്നത് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കണം. ഉയർന്നു വരാനിടയുള്ള നിരവധിയായ പ്രവണതകളെയും ലോകം കൊണ്ടുവരുന്ന പ്രാർത്ഥനാ സങ്കേതങ്ങളെയൊക്കെ മാറ്റിവെക്കണം. യഥാർത്ഥത്തിൽ സഭ നൽകുന്ന പ്രാർത്ഥനാ നിർദ്ദേശങ്ങളിലൂടെ പോകാനാണ് നാം ശ്രമിക്കേണ്ടതെന്നാണ് വചനോടെ പറയുക. എഫേസ്യർ ലേഖനം 1-23 നമുക്കറിയാം, സഭ അവൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരമായ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് വളരുകയാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യുക. അങ്ങനെ ആയിത്തീരുമ്പോഴാണ് എഫേസ്യർ 3:18 നിറവേറുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിവിനെ അതിശയിക്കുന്ന സ്നേഹം അനുഭവിക്കാൻ നമുക്ക് കഴിയുക. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലേക്കും സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്കുമാണ് പ്രാർത്ഥനകൾ നമ്മെ നയിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനയെ ഭിന്നിപ്പിക്കുന്ന, മാർഗഭ്രംശം വരുത്തുന്ന ഒരു രീതിയെയും നമ്മൾ അനുഗമിച്ചുകൂടാ. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ തന്നെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടയ്ക്ക് നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സഭ നമുക്കൊരു പ്രാർത്ഥനാ നിർദ്ദേശം നൽകുന്നതും ഒരു പ്രാർത്ഥനാ രീതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൽ നിന്നാണ്, വിശുദ്ധരുടെ ജീവിത പാരമ്പര്യങ്ങളിൽ നിന്നാണ്. അതിന് മാർഗഭ്രംശം ഉണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല. വചനവേദിയിൽ നിന്ന് പ്രാർത്ഥന പറയുമ്പോൾ നന്മ നിറഞ്ഞ മറിയത്തിന് പകരം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് ഒരു ഭിന്നിപ്പാണ്, ഒരു വ്യതിചലനമാണ്. നമ്മൾ ആ വ്യതിചലനത്തിന്റെ മാർഗത്തിലേക്ക് പോകേണ്ടതില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വാസ്തവത്തിൽ പ്രാർത്ഥനാ രീതികൾ എന്ന് പറയുന്ന ഒന്നല്ല പ്രാർത്ഥനയെ മുൻപോട്ട് നയിക്കേണ്ടത്. അത് ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ഭൗതികമായി നമുക്ക് നൽകപ്പെടുന്ന പ്രാർത്ഥനാ നിർദ്ദേശങ്ങളൊക്കെ, സഭ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പ്രാർത്ഥനയുടെ വഴിയിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകാതിരിക്കാൻ, സ്കാറ്റേർഡായി പോകാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ്. അതിനകത്തുകൂടെ നാം യാത്ര ചെയ്ത് എത്തിച്ചേരേണ്ടത് ആത്മാവിന്റെ പ്രാർത്ഥനയിലേക്കാണ്. ഈ ആത്മാവിന്റെ പ്രാർത്ഥന എന്ന നിലയിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ ക്രമാനുഗതമായ വളർച്ച നമുക്ക് ആവശ്യമാണ്. കാരണം വീണു പോകാതിരിക്കാൻ, ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വീണു പോകാതിരിക്കാൻ നമ്മെ ബലപ്പെടുത്തി നിർത്തേണ്ടത് ഈ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് സഭ നൽകുന്ന ഈ അതിർവരമ്പുകളാണ്. പരിശുദ്ധരാജ്ഞി 4-ാം നൂറ്റാണ്ടിലെ പ്രാർത്ഥനയാണ്. ഇപ്പോഴും നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എന്തുള്ള മാതാവ് എത്രയോ വർഷം പഴക്കമുള്ള പ്രാർത്ഥനയാണ്. ക്രിസ്തു തന്നെ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ, ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഇപ്രകാരം പ്രാർത്ഥിക്കുവനെന്ന് യഥാർത്ഥത്തിൽ അതിന്റെ രീതി സംബന്ധിച്ചാണ് പറയുന്നത്. ഒപ്പം തന്നെ ആ വാക്യത്തെ തന്നെ പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് എത്രയോ നൂറ്റാണ്ടുകളായി സഭ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥന എന്നതിന് സഭ നൽകുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ സ്വാതന്ത്ര്യമെന്ന, ആത്മാവിന്റെ സ്വാതന്ത്ര്യം എന്നൊരു പ്രവൃത്തിയെ നിരാകരിക്കാനുള്ളതല്ല. നമ്മുടെ ആത്മാവിന്റെ പ്രവൃത്തിയെ തിന്മകളോ ലോകത്തിന്റെ താല്പര്യങ്ങളോ വഴിതെറ്റിക്കാതിരിക്കാൻ ഒരു കവചം എന്ന നിലയ്ക്കാണ്. ആ കവചം എന്ന നിലയ്ക്ക് സഭയുടെ ആധികാരികതയെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് കാണാതെ പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വ്യക്തിയെ അതിന് മേലായിട്ട് സ്ഥാപിക്കുകയാണ്. നമ്മുടെ അഭിപ്രായത്തെ അങ്ങനെ സ്ഥാപിക്കുന്നത് വാസ്തവത്തിൽ ഗുണകരമായ ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നൽകിയിട്ടുള്ള ജപത്തെയോ നൽകിയിട്ടുള്ള പ്രാർത്ഥനയോ ഒക്കെ നമ്മുടെ ഇഷ്ടമുള്ള രൂപത്തിലേക്കൊന്നും നമ്മൾ മാറ്റി തീർക്കുകയല്ല പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട പുരോഗതി. പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട പുരോഗതി ആത്മാവിന്റെ ഉയർച്ചയാണ്. താൽക്കാലിക ലക്ഷ്യത്തിൽ നിന്ന് ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം ഉയരാൻ കഴിയുന്നുവോ അതാണ് പ്രാർത്ഥനയുടെ ഉയർച്ച എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രധാന വിഷയത്തിലേക്ക് നാം ഇപ്പോഴും കടന്നില്ല. അത് ടിപ്പുകളും ട്രിക്കുകളും ട്രാപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ നമ്മെ ട്രാപ്പിലാക്കുന്നുണ്ടോ? സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരം നേടുന്നൊരു കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത്തരം സങ്കേതങ്ങളിലേക്ക് പോകുന്നത്. എപ്പോഴും നമുക്ക് കാണാൻ കഴിയും, വിജയം വരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ, വിജയത്തിന് 100 ടിപ്പുകൾ എന്ന് പറഞ്ഞ് ഉടനെ നമ്മളത് വായിക്കും. കാരണം എവിടെയെങ്കിലും നമുക്ക് പറ്റിയതെന്തെങ്കിലും ഉണ്ടോ, എങ്ങനെയെങ്കിലും വിജയം വരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ്. അതേപോലെ മനസ്സിന് സമാധാനം കിട്ടാൻ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ,
പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും. കാരണം നമുക്ക് മനസ്സിന് സമാധാനമില്ലായ്മ ഉണ്ടല്ലോ. എല്ലാ മനുഷ്യർക്കും മനസ്സുണ്ടോ, മനസ്സിന് സമാധാനക്കേടുണ്ട്, സമ്പത്തുണ്ടോ, അതിന് തകർച്ചയുണ്ട്, ആരോഗ്യമുണ്ടോ, രോഗമുണ്ട്. അങ്ങനെ ഒരു പ്രതികൂലം ഈ നശ്വര പ്രകൃതിക്കകത്തുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ ഉത്സുകരായിരിക്കും, ഉത്കണ്ഠാകുലരായിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുന്നവ പ്രചാരം നേടും. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ടിപ്പുകളും പ്രാർത്ഥനാ ട്രിക്കുകളും നമ്മെ ട്രാപ്പിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ രീതിക്ക് അനുഗുണമായി മാറിത്തീരാനും അതുവഴി നമ്മൾ പ്രാർത്ഥനയുടെ സ്വാതന്ത്ര്യത്തിൽ നകന്നു പോകാനും ഇടയാകുമെന്ന് മാത്രമല്ല, നമ്മൾ പരമമായ ലക്ഷ്യത്തിൽ നികന്ന് താൽക്കാലിക ലക്ഷ്യങ്ങളിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. ഈ താൽക്കാലിക ലക്ഷ്യങ്ങളിലേക്ക് ചുരുങ്ങുക എന്ന പൊട്ടക്കിണർ അന്വേഷിക്കുന്ന പരിപാടിയായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മാറിത്തീരരുത് എന്നതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇടക്കാലം കൊണ്ട് കുറച്ച് നാളുകളായി കേട്ടൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു വസ്തു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വസ്തുവിനെ മുഴുവൻ രൂപത്തിൽ കണ്ടുകൊണ്ട്, പറ്റുമെങ്കിൽ ചിത്രമൊക്കെ കണ്ടുകൊണ്ട്, ഭാവനയെ കണ്ടുകൊണ്ട് അത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. കത്തോലിക്ക സഭയുടെ അകത്ത് നിന്നിട്ടാണ് പറയുന്നത് പ്രത്യേക രീതിയിലുമാണ്. എങ്ങനെ വിശ്വാസത്തിന്റെ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവൊക്കെ കൂട്ടി, വചനമൊക്കെ കൂട്ടി, അങ്ങനെ കൂട്ടിവെച്ചുകൊണ്ടാണ്. കേൾക്കുമ്പോൾ ഭയങ്കര അനുഭവപ്രദമായ ഒന്നായിട്ട് തോന്നും. എന്നിട്ടത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇതൊരു രൂപത്തിനിടെ കൊണ്ട് വയ്ക്കുക, തിരുസ്വരൂപത്തിന്റെ അടുത്ത് വയ്ക്കുക, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നടക്കും. ഇത് കത്തോലിക്ക പ്രാർത്ഥനയാണോ, കത്തോലിക്ക സഭ പഠിപ്പിച്ച പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചാൽ നമുക്കിന്ന് അറിയാൻ കഴിയില്ല. കാരണം അതേപോലെയാണ് പ്രാർത്ഥനകൾ വ്യാപിക്കുന്നത്. പറയുന്നതൊക്കെ ആധികാരികതയുള്ള പ്രഘോഷകരൊക്കെ തന്നെയാണ്. അപ്പോൾ അതായത് അവര് പോലും ഒരുപക്ഷെ അറിഞ്ഞുണ്ടാവണമെന്നില്ല. അവരെ കുറ്റപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇത് എവിടെ നിന്ന് വന്നതാണ് എന്ന് അന്വേഷിക്കണം. ഏതെങ്കിലും ഒരു രീതിയോ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കേൾക്കുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നു, ആര് പറയുന്നു, എന്താണ് അതിന്റെ പിന്നിലെ ആധ്യാത്മികത, എവിടെ നിന്നാണ് അത് വന്നതെന്ന് നമ്മൾ അന്വേഷിക്കണം. പക്ഷേ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളതൊന്നും അന്വേഷിക്കാതെ പറയുന്ന കാര്യം കേട്ട് അതിന്റെ വഴിക്ക് നീങ്ങി കുറെ കാലം അങ്ങനെ നീങ്ങും, കുറെ കാലം വേറെ വഴിക്ക് നീങ്ങും. അങ്ങനെയാണല്ലോ. ഒരു കാലത്ത് ഒരു ധ്യാനകേന്ദ്രത്തിൽ കുറെ നാൾ പോകും, ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പിന്നെ ചാടി വേറൊരു ധ്യാനകേന്ദ്രത്തിൽ പോകും. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ടല്ല ഈ അലയുന്നത്, അവിശ്വാസികളായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെല്ലുന്നിടത്തൊക്കെ ഏക ലക്ഷ്യമാണ് സ്വന്തം താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്, ഉദ്ദിഷ്ടകാര്യം സാധിക്കുക എന്നുള്ളതാണ്. ഉദ്ദിഷ്ടകാര്യം സാധിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി നാം അങ്ങോട്ട് ചേക്കേറും. ഇത് പണ്ടത്തെ പോലെ ധ്യാനം കൂടാൻ പോലും പോകണ്ട, വളരെ എളുപ്പത്തിൽ കാര്യം സാധിക്കാം. എന്താ എളുപ്പത്തിൽ കാര്യം സാധിക്കാൻ? ഒരു 5 മിനിറ്റിന്റെ പ്രാർത്ഥന മൊബൈലിൽ കിട്ടുകയാണ്, അതിനൊപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അതുപോലെ അങ്ങ് ചെയ്താൽ മതി, കാര്യം സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ആ ട്രാപ്പിൽ വീണ് അതിന്റെ പിന്നാലെ പോയി. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ട്രാപ്പിൽ വീഴുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നുണ്ടെന്നുള്ളത് അവർ പോലും അറിയില്ല. ഈ 4th ഡൈമെൻഷണൽ പ്രെയർ വരുന്നത് തെക്കൻ കൊറിയയിൽ നിന്നാണ്. ഡേവിഡ് യാങ്കിച്ചോ എന്ന് പറയുന്ന പന്തക്കോസ്ത് സമൂഹത്തിന്റെ ലീഡറുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാർത്ഥന വരുന്നത്. യോഗിച്ചോ അതിന്റെ പ്രാർത്ഥനയാണ് 4th ഡൈമെൻഷൻ, ഈ വസ്തു കണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. കത്തോലിക്ക സഭയ്ക്കകത്ത് വിശ്വസിക്കുകയും സഭയുടെ വിശ്വാസ രീതികളിൽ പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാളുടെ വിശ്വാസ വളർച്ചയുടെ ഭാഗമായി ഒരു പ്രാർത്ഥന പരിചയപ്പെടുമ്പോൾ ആ പ്രാർത്ഥന അയാളെ കൊണ്ടെത്തിക്കുന്നത് ഒരു പെന്റക്കോസ്റ്റൽ രീതിയിലേക്കാണ്. അതായത് വിശ്വാസം വേണം, പ്രവൃത്തി വേണ്ടെന്നാണ് ഈ പെന്റക്കോസ്റ്റൽ ചിന്താഗതി. വിശ്വാസം മതി, രക്ഷ പ്രാപിക്കും, പ്രവർത്തിക്കേണ്ട. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നമ്മൾ വിശ്വാസത്തിന്റെ പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ഒരു കാര്യമാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം അവരെതിരാണ്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനെതിരായ വിശ്വാസ സമൂഹത്തിന്റെ ലക്ഷ്യത്തെ നമ്മുടെ വിശ്വാസത്തിന്റെ വഴിക്കകത്ത് കുത്തിക്കയറ്റി വിശ്വാസത്തെ അപജയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനാ സങ്കേതം പ്രചരിപ്പിക്കുന്നവർ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇണങ്ങുന്ന ഒന്നാക്കി മാറ്റാനുള്ള പ്രവണത നമുക്ക് കാണാം. നമ്മൾ ഒരു പ്രാർത്ഥന പറഞ്ഞിട്ട് അത് ഖുർആനിലും അങ്ങനെയുണ്ട്, അത് ഭഗവത്ഗീതയിലും അങ്ങനെയുണ്ട്, എല്ലാത്തിലും അങ്ങനെയുണ്ട്, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ലക്ഷ്യമാണ്. ഇത് സാധാരണ നമ്മൾ കാണാറ് ഇപ്പോ യോഗ, ക്രിസ്ത്യൻ യോഗയൊക്കെ വന്നില്ല, അതേപോലെ എല്ലാറ്റിനെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായാൽ കുറച്ച് ആളുകളെ നമുക്ക് അങ്ങനെ സ്വാധീനിച്ച് നിർത്താൻ കഴിയുമെന്ന പ്രേരണയാണ് അതിന്റെ പുറകിലുള്ളത്. ഈ രണ്ടാമത്തെ പ്രാർത്ഥനാ സങ്കേതമായിട്ട് വരുന്നത് NLP ഉപയോഗിച്ചുള്ളതാണ്. NLP എന്ന് വെച്ചാൽ 2 തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒന്ന്, നാച്ചുറൽ ലിംഗ്വിസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട AI-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന NLP അതല്ല, അത് മൈൻഡ് മാസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ്.
മാനസിക തലത്തിലുള്ളൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, അതായത് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ച് ഉപബോധ മനസ്സിലേക്ക് സജഷൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഉപബോധ മനസ്സിനെ വിജയം പ്രാപിക്കാൻ തക്ക വിധത്തിൽ ബലപ്പെടുത്തിയെടുക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നവ നേടാൻ കഴിയും. അതിനാണ് നിങ്ങൾ പ്രാർത്ഥനാവശ്യങ്ങൾ എഴുതി വെക്കുക, പ്രാർത്ഥനാവശ്യങ്ങൾ നിങ്ങൾ വചനം ചേർത്ത് വായിക്കുക, 3 നേരം ഇത് ചെയ്യുക. രാത്രി കിടക്കാൻ നേരത്തും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള നിങ്ങളുടെ ഭാവി പ്രതീക്ഷകളെ കുറിച്ച് വായിക്കുക. അത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. എന്നിട്ട് വചനം ചേർത്താണ് പറയുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ വചനം ഇതിനോട് കൂടെ ചേർത്ത് ഈ NLP ഉപയോഗിച്ചിട്ട്, ഈ മൈൻഡ് മാസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു സൂത്രം ഉപയോഗിച്ചിട്ട് പ്രാർത്ഥനയെ പുതിയ രീതിയിലാക്കാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണ്? മൈൻഡ് മാസ്റ്ററി തെറ്റോ ശരിയോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിശകലനം അല്ല നമ്മളിവിടെ നടത്തുന്നത്. മൈൻഡ് മാസ്റ്ററിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു രക്ഷാകവചമായിട്ട് വരുന്ന പ്രാർത്ഥനാ സങ്കേതം എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന പ്രശ്നം ഇതാണ്: നമ്മുടെ മനസ്സിനെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിട്ട് ദൈവാത്മാവിന്റെ ഇഷ്ടപ്രകാരം ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്ന പ്രാർത്ഥനയുടെ പരമമായ ലക്ഷ്യം ഇവിടെ തമസ്കരിക്കപ്പെടുന്നു. പകരം ജീവിതത്തിൽ ഒരു അഭിലാഷം നേടിയെടുക്കാൻ ഇങ്ങനെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു സൂത്രം കൊണ്ട് കഴിയും എന്ന് പറയുന്ന ഒരു താഴ്മയിലേക്ക്, ആത്മാവിന്റെ ഉന്നതിയിൽ നിന്ന് മനസ്സിന്റെ നിലയിലേക്കുള്ള താഴ്മയിലേക്ക് നമ്മെ വലിച്ചുകൊണ്ട് പോകുന്നു. പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നൊരു പ്രവൃത്തിയാണ്. ഇതൊരു ട്രാപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ 1 മാസമോ 90 ദിവസമോ ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ 90 ദിവസം നിങ്ങൾ പരിചയിക്കുന്നത് മുഴുവനും നിങ്ങളുടെ അഭിലാഷങ്ങളിൽ കുടുങ്ങി ജീവിക്കാനാണ്. അങ്ങനെ അഭിലാഷങ്ങൾ കുടുങ്ങി ജീവിച്ച് അത് കിട്ടുമെന്ന് വിശ്വസിച്ച്, അത് കിട്ടിയെന്ന് വിശ്വസിച്ച് ഉപബോധ മനസ്സിനെ ബലപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സാധിക്കാൻ, നിങ്ങൾക്ക് വിജയം വരിക്കാൻ കഴിയും, നിങ്ങൾക്കിത് ലഭ്യമാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി വിശ്വാസത്തെ ഒരു കേവല ലഭ്യതയിൽ കൊണ്ടുപോയി കെട്ടുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ സഹിക്കാനുള്ള ബലത്തെ അത് ദുർബലമാക്കും. നമ്മൾ സാധാരണ പെയിൻ കില്ലർ കഴിക്കുമല്ലോ, വേദന വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആദ്യം വേദന വരുമ്പോൾ നിങ്ങൾ കഠിനമായ വേദന വന്ന് സഹി കെട്ടപ്പോഴാണ് പെയിൻ കില്ലർ കഴിച്ചത്. 2ാമത്തെ തവണ വേദന വന്നു, കുറെ നേരമൊക്കെ സഹിക്കാൻ നോക്കി, പറ്റണില്ലെന്ന് തോന്നി, ഇപ്പൊ നിങ്ങൾ പെയിൻ കില്ലർ കഴിച്ചു. 3ാം തവണ നിങ്ങൾ പെയിൻ കില്ലർ കഴിക്കുന്നത് വേദനയുടെ ആരംഭത്തിലാണ്. 4ാം തവണ വേദന വരുമോ എന്ന് സംശയിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പെയിൻ കില്ലർ കഴിക്കാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അഡിക്ഷൻ കൊണ്ട് മാത്രമല്ല, നമ്മുടെ മനസ്സ് ദുർബലമായിരിക്കുന്നു, ഒരു സഹനത്തെ നേരിടാൻ ദുർബലമായിരിക്കുന്നു. ആ ദുർബലമാകുമ്പോഴാണ് നാം ഈ പെയിൻ കില്ലറിങ്ങിനെ ആശ്രയിക്കുന്നത്. അതേപോലെയാണ് നമ്മുടെ മനസ്സ് ജീവിത പ്രതിസന്ധികളെ നേരിടാൻ ദുർബലമായി പോവുകയാണ് ഇത്തരം പ്രാർത്ഥനാ സങ്കേതങ്ങളിൽ കൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും സ്വപ്നം കാണുന്നവരായി മാറുന്നു, ആ സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവരാകുന്നു, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തവരാകുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയും പ്രതികൂലതയും ജീവിതാവശ്യങ്ങളുടെ സമ്മർദ്ദവും സഹനവും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇവയൊക്കെ മറികടക്കാനുള്ള കേവലോപാധികൾ അന്വേഷിച്ച് കുറുക്കു വഴികളിൽ കുടുങ്ങി ആധ്യാത്മികമായ ഉയർച്ചയെന്ന് നമ്മൾ താഴേക്ക് പതിക്കും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമ്മളിങ്ങനെ മാനസിക തലത്തിലുള്ള സൂത്രവാക്യങ്ങളിലോ 4th ഡയമെൻഷൻ പോലെയുള്ള ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്ന, ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാവുന്ന മിഥ്യാപ്രതീക്ഷകളിലോ ആണോ മനസ്സുടക്കേണ്ടത്? യഥാർത്ഥത്തിൽ ദൈവിക ബന്ധത്തിലാണോ ഉയരേണ്ടത്? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം വരുന്ന 1975 ഇപ്പോൾ വന്ന കാര്യമൊന്നുമല്ല. സ്ട്രക്ചർ ഓഫ് മാജിക് എന്ന് പറയുന്ന പുസ്തകത്തെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനൊരു മനഃശാസ്ത്രപരമെന്ന് കരുതാവുന്ന ഒരു രീതി ലോകത്തുടലെടുത്തത്. ഒത്തിരി പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് നന്ദി പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നു. നിങ്ങൾ ഇഷ്ടമുള്ള ദൈവത്തോട്, അതാണ് ഈ നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും നിങ്ങൾക്ക് സ്വീകാര്യമാണെന്നൊക്കെ പറഞ്ഞ് വരുന്നതിന്റെ പുറകിലുള്ളത്, അതിനകത്ത് ഉപയോഗിക്കുന്ന സൂത്രം ഇതാണ്. നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ആത്യന്തിക രക്ഷയാണെന്നും നമ്മുടെ ജീവിതാവശ്യങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറച്ച ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും ദൈവിക മഹത്വം വെളിപ്പെടുത്തും. നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തകർച്ചയും എന്നേക്കുമുള്ളതല്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയും നിത്യമായ വേദനയല്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു രോഗവും മരണത്തിൽ കലാശിക്കാനുള്ളതല്ല. ദൈവം തൻ്റെ പ്രവൃത്തികൾ നമ്മിൽ ചെയ്യുകയാണ്. അത് ദൈവിക മഹത്വം വെളിപ്പെടാനാണ്.
അതുകൊണ്ട് ട്രിക്കുകളിലും ട്രാപ്പുകളിലും കുടുങ്ങി യഥാർത്ഥ പ്രാർത്ഥനയുടെ വഴിയിൽ നിന്നും ദൈവസ്നേഹാനുഭവത്തിൽ നിന്നും നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകരുത് എന്നാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അഭിലാഷം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് ഈ മരുഭൂമികളിലേക്കാണ്, പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ്. നമുക്ക് വിശക്കും, നമുക്കില്ലായ്മ അനുഭവപ്പെടും, നമ്മെ ആരും ബഹുമാനിക്കാത്തതായിട്ട് വരും. അപ്പോഴൊക്കെ നമ്മൾ തകർന്നു പോകരുത്. അതിനാണ് മരുഭൂമിയിലെ പരീക്ഷയിൽ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞ് കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞാലാകും, പക്ഷെ എനിക്കത് വേണ്ട. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. കല്ലുകളോട് അപ്പമാകാൻ ക്രിസ്തു പറഞ്ഞാലാകും, പക്ഷെ എനിക്കതല്ല ആവശ്യം. എനിക്ക് ദൈവത്തിൽ നിന്നുള്ള ജീവിതമാണ്. ഉയരത്തിൽ കൊണ്ട് നിർത്തിയിട്ട് താഴേക്ക് ചാടിയാൽ ദൈവം നിന്നെ കാത്തുകൊള്ളും എന്ന് പറയുന്ന പരീക്ഷിക്കുന്നൊരു നില വരുമ്പോൾ ക്രിസ്തു പറയുന്നത് എനിക്ക് ആ ബലം കാണിക്കേണ്ട എന്നാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഈ ബലം കണ്ടിട്ടല്ല. എന്നെ ഒന്ന് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറയുമ്പോൾ ക്രിസ്തു പറയുന്നത് നിന്നെ ആരാധിച്ചിട്ട് എനിക്കത് വേണ്ട. നിനക്ക് സകലത്തിന്റെ ഉടയവനോടാണ് പിശാചി എന്നുള്ള പറയുന്നത്. നമ്മോട് പിന്നെ ലോകം അത് പറയാതിരിക്കുമോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം നേടിത്തരാം, നിങ്ങൾക്കെല്ലാം ലഭിക്കും, നിങ്ങൾ ഇപ്പോൾ സമൃദ്ധിയിലാകും, നിങ്ങളുടെ സമ്പൽ സമൃദ്ധി വർദ്ധിക്കും, നിങ്ങളെ ഇപ്പോൾ കർത്താവ് രോഗത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, നേട്ടങ്ങളിലേക്കൊക്കെ വരുമെന്ന് പറയുന്ന ഈ പ്രാർത്ഥനാ സങ്കേതങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ പിന്നാലെ വരൂ എന്ന് പറഞ്ഞ് ക്രിസ്തു ഇതൊന്നും തരാന്ന് പറഞ്ഞല്ല വിളിച്ചത്. ജീവൻ അർപ്പിക്കുന്ന ഒരുവന്റെ സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നത്. ആ സ്നേഹത്തിന്റെ പിന്നാലെ യാത്രയാകുമ്പോൾ ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുള്ളവയെല്ലാം നൽകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പരിശ്രമങ്ങളും വിജയം വരിക്കും. കാരണം നാം ക്രിസ്തുവിലാണ് ഉറച്ചിട്ടുള്ളത്. മരണത്തെ ജയിച്ചവനിലാണ്. അവന്റെ ആത്മാവ് നമ്മിലുണ്ട്. നമ്മെ നയിക്കാൻ ആ ആത്മാവിന് കഴിയും. അതുകൊണ്ട് സഭയ്ക്കകത്ത് വിശ്വാസത്തോടെ, ബോധ്യത്തോടെ സഭ നമുക്ക് നൽകിയിട്ടുള്ള പ്രാർത്ഥനകളിലൊക്കെ വിശ്വസിച്ചും ആ പ്രാർത്ഥനകളൊക്കെ, അനുഷ്ഠാനങ്ങളൊക്കെ സ്വീകരിച്ചും മുൻപോട്ട് പോവുക. ഹൃദയം ഉറപ്പിക്കേണ്ടത് കർത്താവിലാണ്. നിങ്ങൾ എത്രത്തോളം തകർന്നിരിക്കുമ്പോഴും മനസ്സിൽ ഉറപ്പിച്ചോളുക, ഒരു തകർച്ച അവസാനമല്ല. നമ്മൾ അതിനെ മറികടന്നിരിക്കും. പക്ഷെ അത് സൂത്രങ്ങൾ കൊണ്ടല്ല, ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്. ആ ദൈവം നിങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു. ആ ദൈവം നിങ്ങളെ നേടിയിരിക്കുന്നു. ആ ദൈവം നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വ്യാപരിക്കാം. പ്രാർത്ഥനയുടെ അതിഭൗതികമായ അനുഭൂതികളും അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.